ഈ അടുത്ത കാലത്ത് ഇറക്കിയ സമ്മൺ ഇൻ പർട്ടിക്കുലർ എന്നുള്ള പുസ്തകത്തിൽ പെടുത്തിയിട്ടുള്ളത്. 9 ചെറുകഥകളുടെ ഞാൻ തന്നെ വിവർത്തനം ചെയ്ത ഇംഗ്ലീഷ് വിവർത്തനവും ഞാൻ ഇംഗ്ലീഷിൽ നേരിട്ട് എഴുതിയ 14 കവിതകളും. അപ്പോൾ ഈ മലയാളത്തിൽ ഞാൻ കവിത എഴുതിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇംഗ്ലീഷിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് എന്തുകൊണ്ടോ കുറച്ച് കവിതകൾ ഞാൻ എഴുതി. അതിൽ വിശേഷിച്ച് എനിക്ക് ആളുകൾ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു കവിത ടു ദ സുനാമി എന്നൊരു കവിത 400-ലധികം വരികളുള്ള ദീർഘമായ ഒരു കവിത അതിലുണ്ട്. അപ്പോൾ അത് ഈ സുനാമിയുടെ ഒരു എക്സ്പീരിയൻസാണ്. സുനാമി ഉണ്ടായപ്പോഴല്ല, അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് മുഖ്യമന്ത്രി അനൗൺസ് ചെയ്തു ഉച്ചയ്ക്ക് സുനാമി ഉണ്ടാവുമെന്ന് ചാനലുകളെല്ലാം അനൗൺസ് ചെയ്തു. അന്ന് ഞാൻ പൂവാർ നിൽക്കുകയാണ് ആ സമയത്ത്. അപ്പോൾ പൂവാർ കരിങ്കുളത്തുള്ള ആളുകൾ ജീവന് വേണ്ടി ഓടുന്നത് ഞാൻ നേരിൽ കാണുകയുണ്ടായി. കാറില്ല, ബസ്സില്ല, ആളുകൾ വീടും പൂട്ടി ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ കടൽ തൊട്ടപ്പുറത്തുണ്ട്, ഏതൊരു 50 അടി അപ്പുറത്ത് കടലാണ്. കടൽ ശാന്തമായി കിടക്കുന്നുമുണ്ട്. പക്ഷെ ഞാൻ അവിടെ നിന്ന് കാഞ്ഞിരംകുളം വരെ നടന്നു, ഒരു വണ്ടി ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, സുനാമി വന്നാൽ ഒരു 50 അടി പൊക്കത്തിലാണ് സുനാമി വരുന്നത്, മരണം നിശ്ചയമാണ്, ഓടിയിട്ടും ഒരു കാര്യവുമില്ല. അങ്ങനെ ഉണ്ടായ ഒരു അനുഭവത്തെ മറ്റു പലതും കൂടിയൊക്കെ ചേർത്താണ് ടു ദ സുനാമി എന്ന് ഞാൻ എഴുതിയത്. ഏതാണ്ട് 400 ചില്ലുവാനും ലൈനുള്ള ഒരു ഇംഗ്ലീഷ് കവിത. പുസ്തകങ്ങളെപ്പോലെ തന്നെ ശിഷ്യസമ്പത്തിനെയും ഏറെ ഇഷ്ടപ്പെടുന്ന പണിക്കർ സാർ ഇപ്പോഴും വിദ്യാദാനത്തിൽ സജീവമാണ്. അധ്യാപനം അദ്ദേഹത്തിന് വെറുമൊരു ജോലിയല്ല, മറ്റെന്തോ അർത്ഥതലങ്ങൾ തേടുന്ന വിമർശനാത്മക സമീപനമാണ്. ഓരോ ക്ലാസ്സിലും നമ്മളൊരു കവിത പഠിപ്പിക്കുന്നു, ഒരു നോവൽ പഠിപ്പിക്കുന്നു, ഒരു ലേഖനം പഠിപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രായോഗിക വിമർശനം, പ്രാക്ടിക്കൽ ക്രിറ്റിസിസമാണ് ഈ ക്ലാസ് നടക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഉദാഹരണം എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വായിച്ചിട്ടുള്ള ക്രിറ്റിസിസമൊക്കെ ഓർമ്മയുണ്ടാവും. ചില ദിവസം അല്പം പ്രിപ്പറേഷൻ കുറഞ്ഞ് ക്ലാസ്സിൽ കയറി നിന്നാലും പഠിപ്പിച്ചു തുടങ്ങി കുറേ ചെല്ലുമ്പോൾ അപ്പോൾ തോന്നുന്ന ചില ഐഡിയാസ് വരും. ഈ കവിതയ്ക്ക് ഇങ്ങനെ ഒരു മാനമുണ്ട്, അല്ലെങ്കിൽ ഈ കവിതയെ ഈ രീതിയിൽ ഇതിനെ സമീപിക്കുന്നത് കുറച്ചുകൂടി നമുക്ക് ആസ്വദിക്കാൻ ഇട നൽകും, ഇങ്ങനൊരു ചിന്ത വരും. അപ്പോൾ സാധാരണ ഇങ്ങനെ ഓരോ ക്ലാസ്സിലും പഠിപ്പിച്ച് വരുമ്പോൾ നമ്മളറിയാതെ തന്നെ ഈ വിമർശനത്തിൻ്റെ ഒരു പ്രായോഗിക പരിശീലനമാണ് കിട്ടുന്നത്. അമേരിക്കയിലൊക്കെ വലിയ നിരൂപകന്മാർ അവർ ക്ലാസ് റൂമിലാണ് ആദ്യം അവരുടെ ഈ തിയറിയൊക്കെ പ്രയോഗിക്കുന്നത്. അത് കഴിഞ്ഞാണ് വിമർശനത്തിൻ്റെ തിയറിയുമായിട്ട് പുറത്തിറങ്ങുന്നത്. ഇവിടെ അങ്ങനെ ഉണ്ടായില്ലെങ്കിലും ഈ ക്ലാസ്സുകളിൽ പോകുന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനം എനിക്ക് അങ്ങനെ ഉണ്ടായി. പിന്നെ ഞാനൊരു തീരുമാനമെടുത്ത് ആദ്യം ചിറ്റൂർ 67 ജോയിൻ ചെയ്തപ്പോൾ വെക്കേഷൻ എനിക്ക് കിട്ടും, സമ്മർ വെക്കേഷനൊക്കെ കിട്ടുമ്പോൾ ഇത് ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് ദസ്തയേവ്സ്കിയെക്കുറിച്ച് ഒരു പഠനം എഴുതണമെന്നുള്ളത്. നേരത്തെ ഞാൻ ചെറുതായിട്ട് വർക്ക് ചെയ്തിരുന്നു. അത് ഉറപ്പിക്കുകയും 4 വർഷം കൊണ്ട് 71-ൽ ദസ്തയേവ്സ്കി എന്നുള്ള പഠനം ഞാൻ പുറത്തിറക്കുകയും ചെയ്തു. മലയാളത്തിൽ ആദ്യമായി ദസ്തയേവ്സ്കിയെക്കുറിച്ച് വരുന്ന ഒരു ഗ്രന്ഥരൂപത്തിലുള്ള പഠനം എൻ്റെതാണ് എന്ന് വിനയപൂർവ്വം ഞാൻ പറയട്ടെ. അത് 71-ൽ വന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ സോഫോക്ലീസിനെ കുറിച്ച് ഞാനൊരു പഠനം എഴുതി, പാറപ്പുറത്തിനെ കുറിച്ചൊരു പഠനം എഴുതി, കേശവദേവ് എന്നുള്ള കേശവദേവിനെ കുറിച്ചുള്ളൊരു സമഗ്രമായ പഠനം. അങ്ങനെ 3-4 പഠനങ്ങൾ ഞാൻ എഴുതുകയുണ്ടായി. അതുപോലെ തന്നെ നോവൽ നമ്മുടെയും അവരുടെയും, മലയാളത്തിലെ നോവലുകളും വിദേശ നോവലുകളുമാണ് ഈ പഠന വിധേയമാകുന്നത്. അതിപ്പോൾ ഞാൻ റിവൈസ് ചെയ്ത് പുതിയ എഡിഷൻ ഇറക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിലിപ്പോൾ കുറേ പുതിയ മലയാള നോവലുകളും ചേർക്കുന്നുണ്ട്, കുറേ വിദേശീയ നോവലുകൾ പുതുതായി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ എടുത്തിരുന്ന സി വി രാമൻപിള്ള, അന്തർജനം, വൈക്കം മുഹമ്മദ് ബഷീർ, ഇവരുടെയൊക്കെ ഓരോ പുസ്തകങ്ങൾ കൂടി വളരെ വിശദമായി പഠിച്ച് ഇതിനകത്ത് ലേഖനം ചേർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആഗ്രഹം മലയാളത്തിലുള്ള കുറേ നോവലുകൾ, ഇന്ത്യൻ ഇംഗ്ലീഷിലും ബംഗാളിയിലുമുള്ള ചില നോവലുകൾ, പിന്നെ റഷ്യൻ, ജർമ്മൻ, ഫ്രഞ്ച് തുടങ്ങിയുള്ള വിദേശ ഭാഷകളിലുള്ള കുറേ നോവലുകൾ, എന്നിട്ട് ഇവ തമ്മിലുള്ള ഒരു താരതമ്യം. അവസാനം കൺക്ലൂഷൻ, എന്തുകൊണ്ട് നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഈ ലോകം മുഴുവൻ പ്രശസ്തമായ ക്ലാസിക്കുകൾ പോലുള്ള ഏതെങ്കിലും ഒരു ക്ലാസിക് നോവൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതൊരു ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരണമെന്നുണ്ട്. അതിൻ്റെ ജോലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിമർശകൻ എന്നുള്ള നിലയിൽ എൻ്റെ കഴിവുകളെ വികസിപ്പിക്കുന്നതിൽ ഈ കോളേജിലെ അധ്യാപക വൃത്തി, വിശേഷിച്ച് ഇംഗ്ലീഷ് അധ്യാപകനായുള്ള ആ ജോലി സഹായിച്ചിട്ടുണ്ടെന്നുള്ള എനിക്ക് യാതൊരു സംശയവുമില്ല.